മഹാഭാരതത്തിലെ വീരനായ അർജുനന് സവ്യസാചി എന്നൊരു പേരുണ്ടായിരുന്നു. കൂടുതൽ പേർക്കും അറിയാത്തതാണ് ഈ നാമധേയം. എന്നാൽ അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് അന്വേഷിക്കാം. ഇരു കൈകളിലും അമ്പേന്തി യുദ്ധം ചെയ്യാൻ സാധിക്കുന്നതിനാലാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. അദ്ദേഹം ഗാണ്ഡീവം ഇരു കൈകളിലും കൈമാറ്റം ചെയ്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അസ്ത്രശസ്ത്ര വിദ്യകളിൽ ഒന്നാമനും നിപുണനുമായ അർജുനന് ധാരാളം ദിവ്യാസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ഒരു കൈ മാത്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ ഇരു കൈകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പഠിച്ചിരുന്നു. ആയതിനാൽ തന്നെ ഏറ്റവും മികച്ച യോദ്ധാവായി മാറി. അർജുനന് ഈ കഴിവ് എതിരാളികളിൽ നിന്നും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കി മാറ്റി. ഒരു കൈക്ക് പരിക്കേൽക്കുമ്പോൾ അസാമാന്യ കൃത്യതയോടുകൂടി അദ്ദേഹത്തിന് യുദ്ധം തുടരാൻ സാധിച്ചു. അർജുനൻ്റെ വില്ലാണ് ഗാണ്ഡീവം. ഗാണ്ഡവ വന ദഹന സമയത്ത് അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം വരുണദേവൻ സമ്മാനിച്ചതാണത്രേ ഇത്. കൂടാതെ ഒരിക്കലും തീരാത്ത ആവനാഴിയും അഗ്നിദേവൻ അർജുനൻ സമ്മാനിച്ചിരുന്നു അത്രേ. ഗുരു ദ്രോണന്റെ ശിഷ്യനായ അർജുനൻ കഠിന പരിശ്രമശാലിയായിരുന്നു. അർജുനന്റെ പ്രകടനം കണ്ട അദ്ദേഹം അർജുനനെ അതുല്യ വില്ലാളി എന്ന് പ്രശംസിച്ചിരുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനെ സവ്യസാചി എന്ന് പരാമർശിക്കുന്നുണ്ട്. നരന്മാരിൽ ശ്രേഷ്ഠനാണ് അർജുനൻ എന്നും ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ കുറിക്കുന്നു. ഇതുകൂടാതെ ധനഞ്ജയൻ, പാർത്ഥൻ, കൃതി, ശ്വേതവാഹനൻ എന്നീ പേരുകൾ കൂടി അർജുനനുണ്ട്. അതിനാൽ സവ്യസാചി എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക, അർജുനൻ്റെ അതുല്യമായ കഴിവിനും അതീവ പ്രതിബദ്ധതയ്ക്കും അടയാളമാണിതെന്ന്. മഹാഭാരതത്തിലെ ശക്തൻ അർജുനൻ, സവ്യസാചി.